ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ടൊരു ഹെയർ ക്ലിപ്പ് ചെയ്താലോ. അതിനായിട്ട് ഞാനിവിടെ സാറ്റിൻ റിബണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റെഡും വൈറ്റും കോമ്പിനേഷനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പം റെഡും വൈറ്റും ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ റെഡ് കളർ സാറ്റിൻ റിബൺ ഒരു 8 ഇഞ്ച് നീളത്തിൽ 2 പീസും, വൈറ്റ് കളറ് 8 ഇഞ്ച് നീളത്തിൽ 1 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ഇഞ്ച് നീളത്തിലും ഇതുപോലെ തന്നെ ഒരു 3 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ടാണൊന്ന് മടക്കി, മടക്കുപാട് വരുമ്പോൾ നമുക്ക് സെൻറ്റർ അറിയാൻ പറ്റും. അപ്പം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്ന് മടക്കി സെൻറ്ററിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 പീസ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 7 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് സെൻറ്ററിലേക്ക് മടക്കണം. സൈഡിലേക്കൊന്ന് മടക്കിയിട്ട് നടുവേ ഒന്ന് മടക്കുക. എന്നിട്ട് അത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഒന്ന് മടക്കി സെൻറ്ററിലേക്കാക്കി ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഹെയർ ബാൻഡ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ചുകൂടെ വലുപ്പത്തിലെടുത്താൽ മതി ഹെയർ ബാൻഡിലാവുമ്പം. ഇതിപ്പം അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹെയർ ബാൻഡിലാണെങ്കിൽ 8 ഇഞ്ച് എന്നുള്ളതൊരു 10 ഇഞ്ച് നീളം, അങ്ങനെയൊക്കെ ഇച്ചിരി നീളം കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഹെയർ ബാൻഡ് വേണമെന്നുള്ളവർക്ക് ഹെയർ ബാൻഡിലും ചെയ്യാം, ഹെയർ ക്ലിപ്പ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി അങ്ങനെയല്ല ഹെയർ ബണ്ണി വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. മുടി കെട്ടാൻ താല്പര്യമുള്ളവർ, അതായത് മുടി കെട്ടിക്കൊണ്ട് പോകുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈ ഹെയർ ബാൻഡ് ക്ലിപ്പ് ഒന്നും വെക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെയർ ബണ്ണിലും ചെയ്ത് കൊടുക്കാം. അപ്പം 3 പീസും ഇതുപോലെ തന്നെ ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സെയിലൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ, ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഇപ്പോഴേ തന്നെ ഒന്ന് ചെയ്ത് തുടങ്ങുക കേട്ടോ. എന്നിട്ട് പരമാവധി ഓർഡറൊക്കെ പിടിക്കാവോ നോക്കുക. ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഓർഡറൊക്കെ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പം ആദ്യം ഞാൻ ഒട്ടിച്ച് വെച്ചിരുന്ന ആ 3 പീസ് ഇതുപോലെ വൈറ്റ് കളറ് മുകളിലായിട്ടും റെഡ് കളറ് അതിൻ്റെ അടിയിലായിട്ടും, നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഞാൻ വെച്ചതെന്ന്. പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അങ്ങനെ പിടിച്ചിട്ട് ഞൊറി പോലെയാക്കി ഒരു ബോയുടെ ഷേപ്പിലാക്കിയിട്ട് സൂചി നൂലും വെച്ച് ഒന്ന് ചുറ്റി കെട്ടിക്കൊടുക്കുന്നുണ്ട്. സ്കൂളുകളിലൊക്കെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കാണുമല്ലോ. അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളിലും ഒക്കെ ഒന്ന് ചോദിച്ച് നോക്കുക ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വേണമെന്ന്. ഇപ്പോൾ സ്കൂൾ വഴിയൊക്കെ ഓർഡർ പിടിച്ച് അങ്ങനെ സെയിൽ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ലെയറും കൂടി ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അത് തന്നെയായാലും മതി കേട്ടോ. ഇനി മറ്റേ ചെയ്തതുപോലെ തന്നെ ഈ 3 പീസും അതുപോലെ പിടിച്ചിട്ട് ഒന്ന് ഞൊറി പോലെ ഇട്ട് കൊടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 റെഡിന് പകരം 2 വൈറ്റോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇനി അത് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ.
അപ്പോൾ ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും തന്നെ മടിയാണെന്ന് തോന്നുന്നു കേട്ടോ. വ്യൂസിനനുസരിച്ചുള്ള ലൈക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ തന്നെ ഒരു താല്പര്യം തോന്നത്തുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അത് രണ്ടും കൂടെ ഞാനൊന്ന് അല്പം പശ തേച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചുറ്റി ഒന്ന് കെട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആയില്ലേ അത്. ഇനി ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. സെൻറ്റർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ സെൻറ്റർ ക്ലിപ്പിൽ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. സെൻറ്റർ ക്ലിപ്പ് ആണെങ്കിൽ നമുക്ക് കുറച്ച് മുടിയൊന്ന് കെട്ടി വെക്കാനും നല്ലതായിരിക്കും. ഇനി ഒരു വൈറ്റ് കളർ റിബണിൻ്റെ ഒരു ചെറിയ പീസും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടറ്റവും ഞാനിതുപോലെ ഒന്ന് ഞൊറി പോലെ പിടിച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിബണുകളെല്ലാം എല്ലാ പീസും ഞാനൊന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ നൂലൊക്കെ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. സെയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ ഉരുക്കി വൃത്തിയാക്കി വേണം കേട്ടോ എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും നൂലൊക്കെ അതിലേയും പൊങ്ങി ഊരിയൊക്കെ പോരും. ഇനി അത് മടക്കുമല്ല, ഇങ്ങനെ നേരെ തന്നെ വെച്ചൊന്ന് സെൻറ്ററിൽ അല്പം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അറ്റത്തായിട്ട് നന്നായിട്ട് പശ തേച്ചിട്ട് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അകത്തേക്കൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഗ്ലൂ ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഒട്ടിച്ചത് ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ അപ്പുറത്തെ അറ്റത്തും പശ തേച്ചിട്ട് ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് തീമിലുള്ള ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.